കേരളത്തിൽ കോവിഡ് ഉപവകഭേദം JN.1 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എന്നാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതിനിടെ സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് ബാധിച്ച് 4 മരണവും 199 പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ കോവിഡ് ആക്റ്റീവ് കേസുകളിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ കണക്ക് പ്രകാരം 1701 ആക്റ്റീവ് കേസുകളാണ് രാജ്യത്തുള്ളത്. ഇതിൽ 1523 കേസുകളും കേരളത്തിൽ നിന്നാണ്. 4 മരണവും സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെയാണ് സംസ്ഥാനത്ത് കോവിഡ് ഉപവകഭേദം JN.1 കൂടി സ്ഥിരീകരിച്ചത്. ഒമൈക്രോൺ വിഭാഗത്തിൽപ്പെടുന്ന JN.1 2023 ഡിസംബർ 8-ന് തിരുവനന്തപുരം കരകുളത്തു നിന്നുള്ള സാമ്പിളിലാണ് കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണം ശക്തമാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. ജാഗ്രത തുടരുന്നുവെന്നും മന്ത്രി അറിയിച്ചു. പുതിയ കണക്കുകൾ പ്രകാരം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം പേരും പ്രത്യേക ചികിത്സ കൂടാതെ തന്നെ സുഖം പ്രാപിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ആശുപത്രികളിലെ സജ്ജീകരണങ്ങൾ വിലയിരുത്തുന്നതിനായുള്ള മോക്ക് ഡ്രിൽ സംവിധാനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ തുടരുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ അപകടകാരിയല്ലെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരിൽ JN.1 മരണകാരണമായേക്കാമെന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.